ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലയാളം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ മാസം സെക്കൻഡ് വീക്കിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതായത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അതിന് മുമ്പ് നിങ്ങളായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മറ്റുള്ള തെലുങ്കും കന്നഡയും മറ്റുള്ള ഭാഷകളും ഹിന്ദിയൊക്കെ പറയണേ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മളെല്ലാ ഭാഷയിലെയും ചിത്രങ്ങൾ OTT റിലീസിന് എത്തിക്കുക, അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാനും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കേൽ ഖേൽ മേ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ ഫർദീൻ ഖാൻ അതുപോലെ തന്നെ തപസി പൊന്നു എന്നൊരു കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കേൽ ഖേൽ മേ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കേൽ ഖേൽ മേ എന്ന് പറയുന്നത്. ഏകദേശം 100 കോടിക്ക് ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രത്തിന് ഏകദേശം ഒരു 60 കോടി മുകളിലേക്കാണ് സാറ്റലൈറ്റ് റൈറ്റ്സും OTT റൈറ്റ്സും അടക്കം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ സ്വാസിക വിജയ്, ഗ്രേസ് ആന്റണി, മഞ്ജു പിള്ള, അതുപോലെ തന്നെ മാലാ പാർവതി, ജോണി ആന്റണി എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് താന്നൊരു ചിത്രമായിരുന്നു വിവേകാനന്ദൻ വൈറലാണെന്നുള്ളത്. നമ്മുടെ കമൽ സംവിധാനം ചെയ്ത, ഒരു ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ ഡ്രാമ വിഭാഗത്തിലോട് താന്ന ഒരു ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണെന്നുള്ളത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വേദ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോൺ അബ്രഹാം അതുപോലെ ഷർവരി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോട് താന്ന ചിത്രമാണ് വേദ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വേദ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഏകദേശം 60 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഏകദേശം 26 കോടി മുകളിലേക്കാണ് ചിത്രത്തിനെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് C5 ആണ്. ചിത്രം ഇപ്പോൾ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ C5 ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗോരേ പുരാണം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുഹാസ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ പൊൻസനി കൃഷ്ണ അതുപോലെ തന്നെ രഘു നായർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് മൂവിയായിരുന്നു ഗോരേ പുരാണം എന്ന് പറയുന്നത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് താന്ന ഒരു ചിത്രമായിരുന്നു. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം 20 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 10 ആഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ വീഡിയോസിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോണി ആന്റണി, സുധീഷ്, അൽതാഫ് സലീം അതുപോലെ തന്നെ നിർമ്മൽ പഴാളി അതുപോലെ തന്നെ ജാഫർ ഡിക്കി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് താന്ന ഒരു ചിത്രമാണ് പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ചിത്രം സെപ്റ്റംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം വലിയ വെളിച്ചം തട്ടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള 2 OTT പ്ലാറ്റ്ഫോമാണ്. സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയാണ് ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു കുറുപ്പ് അതുപോലെ തന്നെ സുധീഷ് കൃഷ്ണ, സിദ്ധാർത്ഥ് ശിവ അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ സുഹാസിനി ഒരു കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ജയ് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. ഈ സോണി ലീവിലൂടെ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ചിത്രമാണ് ജയ് മഹീന്ദ്ര എന്ന് പറയുന്നത്. എത്ര എപ്പിസോഡുകളായിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മേ ബി ചിത്രം ഈ വരുന്ന ഒക്ടോബർ 11 എന്ന് പറയുമ്പോൾ, അതായത് ഇന്ന് ഒക്ടോബർ 10 ഈ ചിത്രം വൈകിട്ടോടുകൂടി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അതാണ് സാധാരണ സോണി ലീവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ള പ്രവൃത്തി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. പാൻ ഇന്ത്യ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ള അപ്ഡേറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ചരം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഹരീഷ് ഉത്തമൻ അതുപോലെ തന്നെ ഡയാന ഹമീദ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റർ ഡ്രാമ വിഭാഗത്തിലൂടെ താന്ന ഒരു ചിത്രമാണ് ചരം എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ ഇപ്പോൾ സൈനാപ്ലൈയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് സൈനാപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം വൈകിട്ട് ഏകദേശം 8 മണി കൂടിയിട്ടായിരിക്കും സൈനാപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴൈ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൊൻവേൽ അതുപോലെ തന്നെ കലയരശൻ, നിഖില വിമൽ എന്നൊരു കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് മാരി സെൽവരാജൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഏകദേശം ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ വന്ന ചിത്രം ഏകദേശം ഒരു 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാദർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിദ്യാർത്ഥി കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ലാദർ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മുമ്പ് തന്നെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആഹാ തമിഴിലൂടെയും ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ തമിഴിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഠിക്കാതെ പക്കങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ യാഷിക അണ്ണാനന്ദ് അതുപോലെ തന്നെ ജോർജ് മാധൻ അതുപോലെ തന്നെ ലുല്ലു സുബ മനോഹർ, പ്രാചീൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലെടുത്ത് തന്ന ചിത്രമാണ് പഠിക്കാതെ പക്കങ്ങൾ എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിലേക്ക് വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം സിംപ്ലി സൗത്തിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ശബരി എന്ന് പറയുന്ന ചിത്രത്തെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരലക്ഷ്മി ശരത്കുമാർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ശബരി എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സൺനെസ്റ്റ് അവരുടെ പ്രതാപകാലം തിരിച്ചെടുക്കുന്ന പോലെയാണ് കുറച്ച് ചിത്രങ്ങളുമായിട്ട് ഇപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മധു വടലര 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീ സിംഹ കൊല്ലരി അതുപോലെ തന്നെ സത്യ, വിനീല കിഷോർ, സുനിൽ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് മധു വടലര 2 എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടാണ് മധു വടലര 2 എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ടൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി തെലുങ്ക് ഭാഷയിലുമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷയിലെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സർഫിറ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിന്ദി ചിത്രമായിരുന്നു സർഫിറ എന്ന് പറയുന്നത്. നമ്മുടെ സുധാ കോങ്കര സംവിധാനം ചെയ്ത സൂരയ് പെട്രോ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് സർഫിറ എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ച് പേര് കണക്ട് ചെയ്യാൻ പറ്റിയും കുറച്ച് പേർക്ക് ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഡിസ്നി ഹോട്ട്സ്റ്റാറിന് ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഈ ഒരു ചിത്രത്തിൽ എൻഡ് ക്ലൈമാക്സ് ഭാഗത്തോടുകൂടിയിട്ട് നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയും കൂടി ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. 1000 ബേബീസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ റഹ്മാൻ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ നീന ഗുപ്ത അതുപോലെ തന്നെ സഞ്ജു ശിവറാം, അശ്വിൻ കുമാർ, ആദിൽ ഇബ്രാഹിം അതുപോലെ തന്നെ ഷാജു ശ്രീധർ അതുപോലെ തന്നെ ഇർഷാദ് അലി എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു വെബ് സീരീസാണ് 1000 ബേബീസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 18-ാം തീയതി ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടി.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. സോൾ സ്റ്റോറീസ് എന്ന് പറയുന്നൊരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനാർക്കലി മനക്കാർ അതുപോലെ തന്നെ സുഹാസിനി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഒരു ചിത്രമായിരുന്നു സോൾ സ്റ്റോറീസ് എന്ന് പറയുന്ന ചിത്രം. ഈ വരുന്ന ഒക്ടോബർ മാസം 18-ാം തീയതി നമ്മുടെ മനോരമ മാക്സിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കലാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം അതുപോലെ തന്നെ മാളവിക മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അവസാനം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അവരുടെ തുക അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഫർ തുക പിൻവലിച്ച് നെറ്റ്ഫ്ലിക്സിന് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിന് OT റൈറ്റ്സിലും വലിയ വ്യൂവേഴ്സ് ഉണ്ടാവില്ല എന്ന് കണ്ടിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇത് ഒഴിയുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ആമസോൺ പ്രൈമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം കമ്മിങ് സൂൺ ആണ്. എപ്പോൾ വേണമെങ്കിലും ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ 3 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ അത്ര ഫ്ലോപ്പായി മാറിയിട്ടുള്ള ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം ഓൾറെഡി ചിത്രം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞത് ഈ ചിത്രം ജനുവരി മാസം 2025 ജനുവരിയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഡയറക്റ്റ് OT റിലീസിന് എത്തുന്നതാണ്. ശങ്കർ സംവിധാനം ചിത്രമായിരുന്നു. ഡയറക്റ്റ് റിലീസിന് എത്തുകയാണ്. ഡയറക്റ്റ് OT റിലീസിന് എത്താന്നുള്ള അപ്ഡേറ്റും അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കമലഹാസൻ പറഞ്ഞത് ഈ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം കണ്ടുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഭാഗം ചെയ്തു തീർത്തത് എന്നുള്ളതാണ്. ചിത്രം കൂടുതൽ വർക്കൗട്ട് ആവുക തേർഡ് പാർട്ടാണെന്ന് എന്നൊക്കെയാണ് നമ്മുടെ കമലഹാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു റൂമർ വന്നപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഡീറ്റെയിൽ വന്നപ്പോൾ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മലയാളത്തിൽ ഈ ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ ചിത്രം തമിഴ് ഭാഷയിൽ ആഹാ വീഡിയോസിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാ വീഡിയോസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിലൂടെ ചിത്രത്തിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ഉടൻ തന്നെ ആഹാ തമിഴിലൂടെ ചിത്രം തമിഴ് ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ് ഒരു 3 റോളിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ബേസിൽ ജോസഫും അതുപോലെ തന്നെ കീർത്തി ഷെട്ടി, ഐശ്വര്യ ലക്ഷ്മി, സുരഭി ലക്ഷ്മി എന്നിവർ അതായത് സുരഭി ലക്ഷ്മിയൊക്കെ തകർത്തഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഏറാം എന്ന് പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. വിഷ്വൽസും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയും കൊണ്ടും മികച്ച് നിന്ന് തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചു. ഓണത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണെന്നും അതുപോലെ തന്നെ ആമസോൺ പ്രൈമും മേടിച്ചിട്ടുണ്ടെന്നുള്ള 2 OT പ്ലാറ്റ്ഫോം കൂടി മേടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും വരെ പുറത്തു വന്നിട്ടില്ല. 2 OT പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. അതും നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ അതുപോലെ തന്നെ നിസാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ അതുപോലെ തന്നെ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. ഓണത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത് സൈലൻ്റായി വന്ന് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുകയാണെന്ന് നോക്കുകയാണെങ്കിൽ മേ ബി നവംബർ മാസം ഫസ്റ്റ് വീക്കോടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.